നമ്മൾ ഏലപ്പാറയിലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അവിടെ ഏലക്ക വിളവെടുക്കുന്നതും അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഏലക്കയിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. നമുക്ക് കിട്ടുന്ന ഏലക്കയല്ല, എക്സ്പോർട്ട് ക്വാളിറ്റി ഏലക്കയാണ്. അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഗ്രേഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ചൂടേലക്ക ഞാനിപ്പോൾ നടക്കുന്നതിൻ്റെ ഇരുവശത്തുള്ളതാണ് ഏലച്ചെടികൾ. ഞാൻ ഇതിനു മുമ്പും ഏലച്ചെടികൾ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിലോ പച്ച ഏലക്ക ഉണക്കിയാലാണ് നമുക്ക് കിട്ടുന്ന പോലത്തെ ഏലക്ക ആകുന്നത്. അതുകൂടി നമുക്ക് ഈ വീഡിയോ കാണാം. കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിളവെടുത്ത് കൊണ്ടുവന്നേക്കുന്ന ഏലക്ക ചാക്കുകളിൽ നിറച്ച് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാക്കുകളിൽ കൊണ്ടുവന്നേക്കുന്ന ഏലക്ക കഴുകിയെടുക്കലാണ്. അത് നല്ലോണം വാഷ് ചെയ്തിട്ട് ആ വെള്ളം ഊറാൻ വേണ്ടി ആ ഡ്രയർ റൂമിൻ്റെ തന്നെ വാതിക്കലിടും. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കഴുകി കൊണ്ടുവന്ന ഏലക്ക അതിലെ ജലാംശം വറ്റിക്കുന്നതിന് വേണ്ടി ഡ്രയർ റൂമിൻ്റെ വാതിക്കൽ കൂട്ടിയിടുന്നതാണ്. ഇങ്ങനെ കൂട്ടിയിട്ട ഏലക്ക ജലാംശം വറ്റിയതിന് ശേഷം ഡ്രയറിലേക്ക് മാറ്റും. ആ ഡ്രയറിലേക്ക് മാറ്റിയിട്ട് ഏകദേശം 10-12 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ഏലക്കയായിട്ട് മാറും. അതിൻ്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പെട്ടെന്ന് വൈകിട്ട് നമ്മൾ ഇത്രയും നേരം വെള്ളം ഊർന്ന ആ ഏലക്ക അത് നേരെ ഡ്രയറിലേക്ക് മാറ്റുന്നതാണ്. ഏകദേശം 485 കിലോയാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത്. 500 കിലോ ആണ് കപ്പാസിറ്റി. പക്ഷേ നമ്മുടെ ഇത് ലാസ്റ്റ് സീസൺ ആയതുകൊണ്ട് ഏലക്ക വിളവെടുക്കുന്നതിൽ ലാസ്റ്റ് സീസണാണ്. ഞാൻ പറഞ്ഞായിരുന്നു മാർച്ചിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ഏപ്രിൽ മെയ് വിളവെടുപ്പില്ല. പിന്നെ അടുത്ത് വരുന്നത് ജൂൺ ജൂലൈയിലാണ്. അപ്പോൾ ലാസ്റ്റ് സീസൺ വിളവെടുപ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് അവരുടെ മെഷീൻ റൂമാണ്. അവിടെ അവർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണത് കാണാം. നമ്മൾ കണ്ട മെഷീൻ റൂമിൻ്റെ ബാക്കിലാണ് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ. അവിടെയാണ് ഇതിനുള്ള ചൂട് കൺട്രോൾ ചെയ്യണത്. ഇവിടെ ഇടുന്ന തീയുടെ ചൂട് കുറയണതും കൂടണതും അനുസരിച്ച് നമ്മൾ ആദ്യം കണ്ട മെഷീൻ റൂമിൽ അതിൽ ആ ഒരു ടെമ്പറേച്ചറിൽ കാണിക്കും. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ ഇവിടെ തീ കുറയ്ക്കുകയും കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടുകയും ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഏലക്ക റെഡിയാകും. നമുക്ക് അതിലേക്കൊക്കെ പോകട്ടെ. അപ്പോൾ നമ്മുടെ ഏലക്ക ഏകദേശം റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത് പോളിഷ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിന് ശേഷമുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇത് ഏലക്ക സോർട്ട് ചെയ്തെടുക്കുന്നത്, അതായത് ഇതിൽ നിന്ന് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ സോർട്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ശരിക്കും അത് ചെയ്യാൻ പറ്റാൻ നമുക്ക് സമയമില്ലാഞ്ഞുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇവരധികം സോർട്ട് ചെയ്യത്തില്ല. സാധാരണ സീസണിൽ ചെയ്യുന്ന പോലെ സോർട്ട് ചെയ്യത്തില്ല. കാരണം ഇവർക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഇതിൽ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. ഏലക്കല്ല, നല്ല ഏലക്കയുടെ സ്മെല്ല്. അല്ലെങ്കിൽ നല്ല പച്ച കളറിലേക്ക് പിന്നെ നമ്മൾ 4 ദിവസമായില്ലേ. പിന്നെ കൂടുതൽ വ്യാഴാഴ്ച കഴിച്ചേ അന്നെ ചോറയും നല്ല കളർ അന്ന് അന്ന് തന്നെ ഇടച്ചെങ്കിൽ നല്ല കളറാണല്ലേ. അന്ന് കാലം പിറ്റേ ദിവസം നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാണ് മനുചേട്ടനാണ് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരാൾ. അപ്പോൾ മനുചേട്ടൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 4 ദിവസത്തെ വിളവെടുപ്പാണ് നമ്മളിവിടെ പ്രോസസ് ചെയ്യുന്നത്. വിളവെടുത്ത് അന്ന് തന്നെയായിരുന്നു ഇത് പ്രോസസ് ചെയ്ത് വെച്ചെങ്കിൽ നല്ല പച്ച കളർ ഇരിക്കുമെന്ന് പറഞ്ഞത്. ഇത് ലാസ്റ്റ് സീസൺ ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഏലക്ക, ചൂടേലക്ക. എത്ര കിലോയായിരുന്നു ഇപ്പം ഇതിനകത്ത്? നമ്മൾ 485. ഇത് ഇനിയിപ്പോൾ എത്ര കിലോ കിട്ടും നമുക്ക്? 100 കിലോ കിട്ടുമല്ലേ? 100 മേലല്ലേ? കറക്റ്റ് 5 കിലോ 4 ആവും അല്ലേ?
ഈ അടുത്ത വിളവെടുപ്പിന് ജൂണിലല്ലേ ഉണ്ടാവുള്ളൂ? ജൂണിൽ ചെറിയൊരു പരിപാടി കാണാം. ഇനിയും കിള്ളാനായിട്ട് കുറച്ചും കൂടി ഉണ്ടല്ലേ? സീസണാണ് കിള്ളാണ്. അപ്പോൾ അത് കിള്ളത്തില്ലേ? വെള്ളം എടുക്കും, കുറച്ച് കാണുള്ളൂ. ഇതുപോലത്തെ ആയിരിക്കും, ക്വാളിറ്റി കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഏലപ്പാറയിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ.